എന്തായാലും വളരെയധികം സന്തോഷമുള്ളൊരു സമയം കൂടിയാണിത്. കാരണം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഈ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേവലാതികൾ സംസാരിക്കാൻ, ബേജാറുകൾ പറയാനൊക്കെയാണ് പലപ്പോഴും പരസ്പരം കാണുന്ന സമയത്ത്. ഇന്നൊരു ഫൈറ്റിൻ്റെ ഒരു വിജയ മുഹൂർത്തം കൂടിയാണത്. അപ്പോൾ ആ നിലയ്ക്ക് WCC രൂപം കൊള്ളുന്ന കാലം തൊട്ട് ഇങ്ങോട്ട് സിനിമാ മേഖലയിലുള്ള സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളെ നയിച്ച ഒരാളെന്നുള്ള രീതിയിൽ ഇന്നിപ്പോൾ ഈ റിപ്പോർട്ട് വരുമ്പം എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? നയിച്ച എന്ന് പറയുമ്പോൾ ഇപ്പോഴും നായകൻ ഓർമ്മ വരും. നമ്മൾ നയിക്കലില്ല. ഒന്നാമത് അതെന്നെ മാറ്റി പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ തോന്നുന്നു. ഈ കലക്റ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒരു മുന്നിൽ ഒരാളില്ല എന്നും ഹയറാക്കില്ല എന്നൊക്കെ പറയുന്നതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ കൈപിടിച്ച് കൂട്ടമായിട്ട്, ആ കൂട്ടത്തിൽ കൈപിടിച്ച ആൾക്കാരാണ് നിങ്ങളൊക്കെ എല്ലാവരും. ആ റിങ് ഇങ്ങനെ ഇന്നവിയിൽ അവിടുത്തെ പുറത്തേക്ക് ഇങ്ങനെയുള്ള പല പല എന്താ പറയുക സപ്പോർട്ട് സിസ്റ്റം ഉള്ളത് കൊണ്ട് നിലനിന്ന് പോവുകയും ഇപ്പോൾ ഒരു ഘട്ടം അതിൻ്റെ കഴിഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇനി അങ്ങോട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും സ്ട്രെയിനുള്ള ഘട്ടം. പക്ഷേ ഈ ഓപ്പണിങ് അപ്പം നമ്മൾ മറ്റേ ഇത് പറയുമ്പോഴും കമ്മിങ് ഔട്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അത് ട്രാൻസ്ജെൻഡറിൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ. അപ്പം അത് കടന്ന് കിട്ടിയെന്നും അത് റെക്കോർഡ് ചെയ്യപ്പെട്ടെന്നും ഇന്നലെ വരെ ഗോസിപ്പ് എന്ന് വിളിച്ചിരുന്നതൊന്നും ഗോസിപ്പല്ല, അതിന് ഗൗരവ സ്വഭാവം വന്നു എന്നൊക്കെ പറയുന്നത് അതാണ് ആ നിലയ്ക്ക് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ റെലവൻസ് അതാണ്. പക്ഷേ ഇനിയുള്ള ഘട്ടങ്ങളിലാണ് നിങ്ങളെപ്പോലത്തെ ആൾക്കാരെ എല്ലാവരെയും, അതായത് ഇപ്പം WCC എന്ന് പറയുന്ന ഒരു ചെറിയ കൂട്ടം ആൾക്കാർക്ക് ലീഗലി ഒന്നും എക്വിപ്ഡ് അല്ല. ഇനി എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് അറിഞ്ഞൂടാ. അപ്പം നമ്മളെ കൂടെ ത്രൂ ഔട്ട് ഇത്തരം സാധനങ്ങൾക്ക് നിന്നിട്ടുള്ള ഒരാളാണ് ആതിര. എങ്ങനെയാണ്, എന്താണ് ഈ IC എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് വർക്ക് പ്ലേസ് ഹറാസ്മെൻ്റ് ഏതൊക്കെ രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള ഒരുവിധ കാര്യങ്ങളും അറിയാത്ത, നമുക്കൊക്കെ കുറച്ചെങ്കിലും അറിയായിരുന്നു. കാരണം നമ്മളും വേറെ വർക്ക് പ്ലേസിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും തീരെ അറിയാത്ത ഒരു കൂട്ടം ആൾക്കാർക്ക് ആതിരനെ വന്നിട്ട് ഓർമ്മ ഉണ്ടാവുമായിരിക്കും. ഹോൾ ഡേ അതിൻ്റെ ക്ലാസ്സും എല്ലാവരെയും ആ നിലയ്ക്ക് അവരെ എഡ്യൂക്കേറ്റ് ചെയ്തതും ഒക്കെയാണ്. അപ്പം ഇനിയിപ്പം ഈ ഘട്ടത്തിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതൊക്കെ പറയേണ്ടതും നമ്മൾ ഒന്നിച്ച് ചിന്തിക്കേണ്ടതും ഈ ബ്രെയിൻ സ്റ്റോം ചെയ്യേണ്ടതും ഒക്കെ ആയിട്ടുള്ള സമയമാണ്. ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒന്ന് നമ്മളിത് പറഞ്ഞിരുന്ന സമയത്ത്, ഈ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള WCCയുടെ ആളുകൾ ഇത് പറയുന്ന സമയത്ത് ഇതെന്തോ ഒരു ഫെമിനിസത്തിൻ്റെ അസുഖം ബാധിച്ച ആളുകൾ നടത്തുന്ന ഒരു അസുഖമാണ് അവരുടേത്. അല്ലാതെ ഈ ഇൻഡസ്ട്രി, ഈ തറവാട് വളരെ കൃത്യമാണ്, മനോഹരമാണ്, ഗംഭീരാണ്, ഇവിടെ അത്തരത്തിലുള്ള ഒരു പ്രശ്നമൊന്നുമില്ല. ഈ പ്രശ്നം തോന്നുന്നത് അവരുടെ സുക്കേടിൻ്റെ, ഈ പറയുന്ന ആളുകളുടെ സുക്കേടിൻ്റെ ഭാഗമായിട്ടാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു സംഭവത്തിൽ നിന്ന് ഇതൊക്കെ വസ്തുതകളായിരുന്നു എന്നും നമ്മൾ പറഞ്ഞതിനേക്കാൾ എത്രയോ ആഴമുണ്ട് ഈ വിഷയങ്ങൾക്ക് എന്നും, ആ ആഴങ്ങളുടെ ഈ പറയുന്ന ഒരു ടിപ്പ് ഓഫ് ഐസ്ബർഗ് ആണ് റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. അതിനപ്പുറത്തേക്കും ഇതിന് ഒരുപാട് ആഴങ്ങളുണ്ട്. നമുക്കറിയാം, ഈ കമ്മിറ്റി ആദ്യ ആളുകളെ വിളിച്ചപ്പോഴൊക്കെ ആരും വന്നിട്ടില്ലല്ലോ. അപ്പൊ അതിൽ തന്നെ എന്നിട്ട് ഇപ്പൊ വന്നിട്ടുള്ളത് തന്നെ എത്ര ചുരുക്കം ആളുകളാണ്. ഇനിയും ബിറ്റർ എക്സ്പീരിയൻസുകൾ എത്ര ഷെയർ ചെയ്യപ്പെടാതെ തന്നെ പേടിയുടെ മറവിലും മറ്റു പലതിന്റെ മറവിലും നിൽക്കുന്നുണ്ട് അല്ലേ? അതെ, അത് മാത്രമല്ല അതിരെ ഇപ്പൊ ഇത് പുറത്തു വരുന്നു എന്ന് പറയുമ്പോഴുള്ളൊരു വേവലാതിയും രഞ്ജിനി അത് സ്റ്റേ ചെയ്യാൻ പോയതൊക്കെ നമ്മൾ കണ്ടാണ്. പക്ഷെ എപ്പോൾ റിപ്പോർട്ട് പുറത്തു വരുമ്പോഴും മൊഴി കൊടുത്ത എല്ലാവരുടെ ഹൃദയമെടുപ്പ് നമുക്ക് കേൾക്കായിരുന്നു. കാരണം ഇതെങ്ങനെ പുറത്തു വരും എന്നുള്ളത് അത്രയ്ക്ക് ഭയം എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. അതൊരു സൈലൻ്റ് ആയിട്ട് നമ്മളങ്ങനെ ഒരു കൂച്ചുവിലങ്ങിടുന്ന ഒരു സാധനമാണെന്ന് അതിൽ കൂടെ കടന്നുപോയ ആൾക്കാർ അവർ നെർവസ് ആവുന്നത് നമ്മൾ കാണും. എല്ലാവരും ഒറ്റയ്ക്ക് ഇൻഡിവിജ്വലായിട്ടാണ് മൊഴി കൊടുത്തിട്ടുള്ളത്. പക്ഷെ അവർ പുറത്തു വരുമ്പോഴുള്ള ഓരോരുത്തരെയും നമുക്കറിയാം. ഈ അടുത്ത് പോലും അതിലെ കൂട്ടത്തിൽ ഒരാളെന്നെ വിളിച്ചിട്ട് നമുക്ക് പണി തരാൻ വേണ്ടി അവരെയൊക്കെ പേര് ഒഴിവാക്കുകയും നമ്മളെ പേര് വരികയും ചെയ്യോ എന്നൊക്കെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്രയ്ക്ക് പേടിയുണ്ട്. അപ്പം അവർ ചെയ്ത ഒരു പണി എന്ന് വെച്ചാൽ അവിടെ തുറന്നു പറയാൻ തയ്യാറായി എന്ന് പറയുന്നത് ഏറ്റവും വലിയ കടമ്പയാണ്. അതാണ് അവർ ക്രോസ് ചെയ്തിട്ടുള്ളത്. അല്ല, അത് ശരിക്കും കമ്മിറ്റി വേറൊരു ലെവലിൽ അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും, ആ രഹസ്യ സ്വഭാവം പൂർണ്ണമായും സൂക്ഷിക്കുമെന്നുള്ള അത്രയും വലിയൊരു ഉറപ്പിൻ്റെ മീതിയാണല്ലോ ഇത് വെളിപ്പെടുത്താനുള്ള ഒരു ധൈര്യം, കമ്മിറ്റിയുടെ മുൻപാകെ വെളിപ്പെടുത്താൻ അവർ ധൈര്യം കാണിച്ചിട്ടുള്ളത്. അതർവൈസ് ഇത് പുറത്തു പോകുന്ന ഒരു തോന്നലുണ്ടെങ്കിൽ ഒരാൾ പോലും പറയില്ലല്ലോ. പുറത്തു പോകാനോ. പാനല് വളരെ പ്രധാനമാണ്.
നമ്മൾ ഇത് കൺഫൈഡ് ചെയ്യുന്ന ഒന്ന് നമ്മളെ പോലെ തന്നെ ഈ അഭിനയിച്ച പെൺകുട്ടികൾ പോകുമ്പോൾ അവർ വിചാരിക്കുന്ന ആ അതേ മാർഗം സഞ്ചരിച്ചിട്ടുള്ള ഒരാൾ, അങ്ങനെ ഒരു വെറ്ററൻ ആക്ടർ. പിന്നെ ഇതിൻ്റെ എങ്ങനെയാണ് അഡ്മിനിസ്ട്രേഷനൊക്കെ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന, ഇതിന് ആ അറ്റത്തിരിക്കുന്നതൊക്കെ സ്ത്രീകളാണ് എന്നുള്ളതൊക്കെ ഭയങ്കര പ്രധാനമാണ്. പിന്നെ ഭയങ്കര ഒരു അപ്പോഴുള്ള ഒരു വേവ് എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നത് സ്ലൈറ്റ്ലി ഒരു സ്റ്റാഗ്നൻ്റ് ആണ്. ഇപ്പം ഗവൺമെൻറ് കൂടെ ഉണ്ടോ ഇല്ലേ അങ്ങനത്തെ ഒന്നും ആൾക്കാർക്ക് അറിഞ്ഞൂടാ. എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് അവർക്കും പ്രഷർ വന്നോ എന്നൊക്കെ വിചാരിക്കുന്ന ഒരു സമയം. പക്ഷെ ആ സമയം അങ്ങനെയല്ല. ആ സമയം കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടുകയും പിന്നെ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ മുമ്പെങ്ങും ഇല്ലാത്ത ഒരു പുതിയ ഒരു സാധനം നമ്മൾ സർക്കാരിന്റെ പിന്തുണ, ജനങ്ങളുടെ പിന്തുണ ഒക്കെ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ. സർക്കാർ അങ്ങനെ ഒരു കമ്മിറ്റി വെക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു സിസ്റ്റം ഉണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുകയാണല്ലോ. അപ്പൊ ആ ധൈര്യമൊക്കെയാണ്. കാരണം ഈ ഇൻഡസ്ട്രിയിലെ ഏറ്റവും പ്രബലനായിട്ടുള്ള ഒരു നടനെയാണല്ലോ അറസ്റ്റ് ചെയ്തത്, ജയിലിൽ കിടത്തിയത്. അപ്പൊ അതൊന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ചൊരു സംഭവമാണ് നടന്നത്. രണ്ട്, ഈ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി പോകുന്ന നടിമാരുൾപ്പെടെയുള്ള ആളുകൾ സാധാരണ ആ മെമ്മോറാണ്ടൊക്കെ വാങ്ങി വെച്ച് ഒന്ന് ചിരിച്ച് നമസ്കരിച്ച് ഒരു ഫോട്ടോ എടുത്ത് പോകുന്നതിന് പകരം അതൊരു ആക്ഷനിലേക്ക് പോകുന്നു. ഒരു കമ്മിറ്റീനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആ കമ്മിറ്റി വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുന്നു. ആ കമ്മിറ്റിയുടെ മുൻപാകെ ആളുകൾ വരാൻ പ്രയാസപ്പെടുമ്പം അതിന് ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ടാക്കിക്കൊണ്ട് അതിനൊരു മാർഗരേഖ കൊടുക്കുന്നു എന്നുള്ളിടത്തോളമൊക്കെ നമുക്ക് ഈ പറയുന്ന അതിന് മുൻപിൽ വരുന്ന സ്ത്രീകൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കുന്നത് തന്നെയായിരുന്നു. ആ കോൺഫിഡൻസ് ഒന്നും പിന്നെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് ഒന്നുമാണ് ഈ ഇവരിങ്ങനെ ഇതിനോട് ആകെയുള്ളത്. ഒരു ആത്മവിമർശനം എന്നുള്ള നിലയ്ക്ക് പറയാം, ഇത്രയും കൂടെ ആദ്യം നിന്ന പേസ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാണ്. അത് എല്ലാരെയും കുറച്ച് ടെൻഷനിലാക്കിയിട്ടുണ്ട്. അതാണ് പിന്നെ ഇത് പുറത്ത് വരാതിരിക്കുക. അതൊക്കെ നേരത്തെയുള്ള പേസ് അങ്ങനെയല്ല. നമ്മൾ ആവശ്യപ്പെടുന്നു, ഉടനെ അടുത്ത കമ്മിറ്റിയെ നിയമിക്കുന്നു. പിന്നെ ചുറ്റും കാണുന്നതൊക്കെ അന്യായം നടന്നാൽ അത് ചോദ്യം ചെയ്യാനുള്ള ആ ഒരു സാധനത്തിന് ഉള്ള ഒരു സ്റ്റാഗ്നേഷൻ. അത് പല ഔദ്യോഗിക സംവിധാനങ്ങളുടെ ഒക്കെ ഒരു നമ്മൾ ഈ ചുവപ്പ് നാടാന്നൊക്കെ പറയുന്ന പോലുള്ള പല പ്രശ്നങ്ങളും മുറയിൽ തകർക്കാൻ അത് നോക്കണമായിരുന്നു. ഇനിയും വൈകിട്ടില്ല. ഇനിയും അതെ. ആ വന്നിട്ടുള്ള എന്തെങ്കിലും പോരായ്മകളോ പരിമിതികളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഗെറ്റ് ഓവർ ചെയ്യേണ്ട ഒരു സമയമാണ്. ആക്ഷൻ ക്വിക്കായിട്ട് വരും, സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ വരും എന്നൊക്കെ. അല്ലാതെ അതിന്റെ ഒരു ആന്റിതീസിസ്, അത് നമ്മൾ ഒരു വെള്ളം കയറി ഒരു തോണി കയറി കരയ്ക്ക് എത്തുന്നതിന്റെ സമയത്ത് നമ്മൾ തിരിച്ചു പോകുന്ന പോലെയാണ്. അപ്പൊ കോൺക്ലേവ് എന്നുള്ള വാക്ക് എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വാക്കാണ്. കാരണം കോൺക്ലേവ് എന്ന് പറയുന്നത് ഈ ഒരു വളരെ ഇതിന്റെ ഗൗരവ സ്വഭാവം കുറയ്ക്കുന്ന പോലെ തോന്നും. അതായത് അവിടെ വരാൻ പോകുന്നത് എന്തായാലും അവിടുത്തെ വലിയ ബിഗ് വിഗ്സ് ആണ്. അവരെ കൂടെയാണല്ലോ ഇത് പോയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പൊ കോൺക്ലേവ് എനിക്ക് തോന്നുന്നു അത് പുറത്തേക്ക് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത് അത്ര പോസിറ്റീവ് അല്ല. അതിന്റെ ഒരു ഉപായം എന്താന്ന് വെച്ചാൽ എൻ്റെ തൊട്ടു മുമ്പേ ഗൗരവമുള്ള ഒരു 1-to-1 ഒരു ഇത് ചർച്ച നടക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നയരൂപീകരണത്തിനായിട്ടുള്ള മറ്റു കാര്യങ്ങൾ നടക്കുകയോ ചെയ്തിട്ട് ഒരു കോൺക്ലേവ് എന്ന് പറഞ്ഞാൽ. പക്ഷെ കോൺക്ലേവ് ഇതിന്റെ അൾട്ടിമേറ്റ് സൊല്യൂഷൻ അല്ല. അത് ഈ പറയുന്ന പോലെ നന്നായി പഠിച്ചിട്ട് സർക്കാർ വെക്കേണ്ടുന്നതാണ് ഓരോ സ്റ്റെപ്പും ഇനി അങ്ങോട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഈ പറയുന്ന രീതിയിൽ പിന്നെ ഈ ഇൻഡസ്ട്രി എത്രമാത്രം സ്ത്രീ വിരുദ്ധമാണ്. സ്ത്രീകളോട് നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ മാത്രമല്ല, അവർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ കൊടുക്കുന്നതിനകത്ത് കൃത്യമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നിട്ടുണ്ടെന്ന് റിപ്പോർട്ടിനകത്ത് പറയുന്നു. റെമ്യൂണറേഷൻ്റെ കാര്യത്തിൽ അപ്പോൾ പലരും പറയാറുണ്ട് ഇതൊരു പിന്നെ എന്താ പറയേണ്ടത്, ഇതൊരു സർഗാത്മകതയുടെ ഇടമാണ്, ഇതൊരു അങ്ങനെയുള്ള കലയുടെ ഇടമാണ്, ഇവിടെ അങ്ങനെ റെമ്യൂണറേഷൻ ഈക്വലി ഫിക്സ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു നല്ല കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് 30 കാറ്റഗറി ആയിട്ട് ഈ ഫീൽഡിനെ തിരിച്ചു. ഈ 30 കാറ്റഗറിയിൽ ആദ്യത്തെ കാറ്റഗറിയിലുള്ള ആളും അവസാനത്തെ കാറ്റഗറിയിലുള്ള ആളുടെയും റെമ്യൂണറേഷൻ ഈക്വൽ ആക്കണം എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷെ ഒന്നാമത്തെ കാറ്റഗറിയിലുള്ള സ്ത്രീയുടെയും പുരുഷന്റെയും റെമ്യൂണറേഷന്റെ കാര്യത്തിൽ, 30ാമത്തെ കാറ്റഗറിയിലുള്ള സ്ത്രീയുടെയും പുരുഷന്റെയും റെമ്യൂണറേഷന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് ഒരു ഈക്വൽ റെമ്യൂണറേഷൻ എന്നുള്ളത് ഇതിന്റെ ഭാഗമായിട്ടെങ്കിലും വരണ്ടേ? അല്ല, അംഗങ്ങൾക്ക് പോലും അതിനകത്ത് കൺഫ്യൂഷൻ ഉള്ളതായിട്ടാണ് തോന്നിയത്. അതില് ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഇപ്പൊ കേരളം പോലെ ഒരു സ്ഥലത്ത് നമുക്ക് മിനിമം വേജസ് എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമുക്കറിയാം വളരെ ചീപ്പ് ലേബർ ആണ് പുറത്ത്. പക്ഷെ നമ്മൾ ഊറ്റം കൊള്ളുന്ന ഒരു കാര്യം ഇവിടെ നമുക്ക് മിനിമം വേജസ് ഉണ്ട് എന്നാണ്. പക്ഷെ അത് സിനിമയിൽ ബാധകമാവുന്നില്ല. സിനിമയിൽ അത് ഡിഫൈൻഡേ അല്ല. ഒരു മിനിമം വേജ് ഇപ്പം ഇവരുടെയൊക്കെ ബാറ്റർ ഷീറ്റ് ഉണ്ടാവുമല്ലോ, ഫെഫ്കൻ്റെ ഒക്കെ, അതിലില്ല.
അതായത് നമുക്ക് അത് ഒറ്റൊന്നാക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ റെമ്യൂണറേഷൻ ഒന്നും നമ്മൾ ഈ പറയുന്ന പോലെ അതിന്റെ അർത്ഥം മനസ്സിലാവാതെ ആൾക്കാർ സംസാരിക്കുന്നതുകൊണ്ടാണ്. വലിയ ബിഗ് ബഡ്ജറ്റ് പടത്തിന് കൊടുക്കുന്നതായിരിക്കില്ല ഒരു സ്മോൾ ബഡ്ജറ്റ് പടത്തിന്, പക്ഷെ അപ്പോഴും മിനിമം ചെയ്യണമായിരുന്നു. അത് ഇതില് ഇല്ല, അത് ഇതില് ഒരു മെൻഷൻ ഇല്ല. അങ്ങനെ വേരി ചെയ്യാ. പക്ഷെ എന്തായാലും ഒരു മിനിമം ഒരു പിന്നെ കോൺട്രാക്ട് ഇല്ല, പറഞ്ഞത് തന്നെ കൊടുക്കുന്നില്ല, അല്ലെ പണിയെടുപ്പിച്ചിട്ട് പൈസ കൊടുക്കാതിരിക്കുക എന്നൊക്കെ ഉള്ളത് വളരെ ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാ ഫീൽഡിലുള്ള ആളുകളോടും. അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുക എന്നുള്ളത്. പിന്നെ ഒരു പ്രാഥമിക സൗകര്യം, ഇപ്പം നമുക്കറിയാലോ കോഴിക്കോട് നമ്മളൊക്കെ ആ സമരത്തിന്റെ ഭാഗമായതാണ്. നിൽപ്പ് സമരവും മൂത്രമൊഴിക്കാനുള്ള സമരവും ഒക്കെ പീഡിക തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ നടത്തിയിട്ടുണ്ട് കോഴിക്കോട്. ഇത് ഇത്രയും ഈ ഗ്ലാമറസ് ആയിട്ടുള്ള താരങ്ങളുടെ കാര്യത്തിൽ ഉൾപ്പെടെ ഈ കാരവാനൊക്കെ വളരെ കുറച്ച് ആളുകൾക്ക്, അല്ലാത്ത മനുഷ്യർക്ക് ഡ്രസ്സ് മാറ്റുന്നതിന് പോലും ഉള്ള സൗകര്യങ്ങളില്ല, ബാത്റൂമിൽ പോകാനില്ല, ഇരുന്ന് ഭക്ഷണം കഴിക്കാനില്ല എന്നൊക്കെ പറയുമ്പം ഒരു ജനാധിപത്യ നാട്ടിലെ തൊഴിലിടത്തിനകത്ത് പിടിയ തൊഴിലാളികൾക്കുള്ള അവകാശങ്ങൾക്ക് വേണ്ടി അവർ നടത്തിയ പോരാട്ടത്തിന്റെ ഒരു തുടർച്ച പോലും ഇവിടെ ഒന്നും റിഫ്ലക്ട് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴാണ്. അത് മാത്രമല്ല, അതിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം കണ്ടന്റിന്റെ കാര്യം പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഇവർ ടേംസ് ഓഫ് റെഫറൻസ് ഇപ്പം റിപ്പോർട്ട് പുറത്തു വന്നപ്പം ആകെ ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് അത് വളരെ പ്രധാനമാണെന്ന് പറഞ്ഞിട്ട് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണെന്ന് അത് അണ്ടർലൈനും ചെയ്തിട്ടുണ്ട് റിപ്പോർട്ടിൽ. പക്ഷെ അപ്പോഴും മറ്റ് ടേംസ് ഓഫ് റെഫറൻസ് നമ്മൾ മെൻഷൻ പോലും ചെയ്യുന്നില്ല. അതിലൊന്നാണ് ഇപ്പൊ പറഞ്ഞത്. അതുപോലെ ഒരു സാധനമാണ് എന്തുകൊണ്ടാണ് ഇത് ഇത്ര സ്ത്രീവിരുദ്ധമായിട്ടുള്ള കണ്ടന്റ് പുറത്തേക്ക് വിടുന്നത്, പ്രത്യേകിച്ച് സിനിമ പോലെ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു സാധനം. ചെറിയ കുട്ടികൾ തൊട്ട് എല്ലാവരിലേക്കും എത്തുന്ന ഒരു കണ്ടന്റാണ്. അത് കണ്ടന്റ് അങ്ങനെ പറ്റുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതാണ് അതിൻ്റെ ചുറ്റുമുള്ള എൻവയൺമെന്റിൽ നടക്കുന്നത്. അപ്പൊ അത് തന്നെ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യാം, മിറർ ചെയ്യുന്നത് പോലെ. ഇപ്പം റെമ്യൂണറേഷൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ മറ്റേ സാധാരണ ഒരാൾക്കുള്ള ബുദ്ധിമുട്ട് എനിക്ക് സിനിമയിൽ പോയിട്ട് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് എനിക്ക് ഫോൾ ബാക്ക് ചെയ്യാൻ വേറെ ഒരു ജീവിത മാർഗമുണ്ട്. പക്ഷെ ഞാൻ എഴുതി കൊടുത്ത സിനിമയ്ക്ക് എനിക്ക് 5 പൈസ റെമ്യൂണറേഷൻ കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ അതിൻ്റെ ഫീസ് അടയ്ക്കണം അങ്ങോട്ട്. അതായത് മാക്ട മെമ്പർഷിപ്പിന് ഞാൻ അങ്ങോട്ട് പണം കൊടുത്താൽ മാത്രമേ ടൈറ്റിൽ കാർഡിൽ എൻ്റെ പേര് വരുള്ളൂ. അപ്പം ഞാൻ എഴുതി കൊടുത്ത സിനിമേന്റെ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് മൈനസ് ആ തുകയാണ്. അത് എന്ന് പറയുന്നത് ഞാൻ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടതൊന്നും അല്ല. പക്ഷെ എന്നിട്ടും പിന്നെ എന്തുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. മാക്ട എന്ന് പറയുന്ന ടെക്നീഷ്യൻ്റെ ലിസ്റ്റിൽ ഒറ്റ സ്ത്രീ ഇല്ല എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ സ്ത്രീകൾ ഉണ്ടാവുന്നത് എപ്പോഴും ഒന്നുകിൽ സിംഗേഴ്സ് അങ്ങനെയൊക്കെയാണ്. റൈറ്റേഴ്സ് ഫോറത്തിലെ ആദ്യത്തെ മെമ്പർഷിപ്പ് ഞാൻ ആവണം, അത് വരണം എന്നുണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് അത് മാത്രമല്ല, അതിൽ ഫോമും വളരെ പ്രത്യേകത ഉണ്ടായിരുന്നു. ഫോമില് ഭാര്യയുടെ പേര് എന്നാണ് എഴുതിയിട്ടുള്ളൂ, പ്രിന്റഡ് ആണ് ഫോം. ഞാനത് നമ്മൾ ചരിത്രം വെട്ടിത്തിരുത്തി എന്ന് പറഞ്ഞ പോലെ വെട്ടിയിട്ട് ഭർത്താവ് മാറ്റുക ചെയ്തു. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പം നമ്മളത് ആന്റിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിന് ഈ റെമ്യൂണറേഷൻ വിലയായിട്ട് കൊടുക്കാം എന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷെ അവിടെ പോലും റെമ്യൂണറേഷൻ തന്നിട്ടില്ല. എനിക്ക് റെമ്യൂണറേഷൻ ഇല്ല എന്ന് മാത്രമല്ല, അവിടുത്തെ ഫീസ് അതിൽ നെഗറ്റീവ് കൂടിയാണ്. ഇപ്പൊ ഈ കണ്ടന്റിന്റെ കാര്യം പറയുന്ന സമയത്ത് സാധാരണഗതിയിൽ ഇതിനെ ന്യായീകരിക്കുന്ന ആളുകൾ പറയുന്നത് പ്രേക്ഷകർക്ക് ആവശ്യമുള്ള കണ്ടന്റ് എന്നുള്ളതാണ്. സത്യത്തിൽ ഇവരുടെ രുചിയാണ് പ്രേക്ഷകരുടെ മീതെ അടിച്ചേൽപ്പിക്കുന്നത്. പ്രേക്ഷകരൊക്കെ കുറെ മെച്ചപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം ഇപ്പൊ തിയേറ്ററുകളിലെ പഴയ ഇമാതിരി മറ്റേ ഡയലോഗുകൾക്കൊന്നും കയ്യടിയൊന്നുമില്ല. പക്ഷേ പ്രേക്ഷകർ എന്ന് പറഞ്ഞ് ഇവരുടെ ടേസ്റ്റ് അടിച്ചേൽപ്പിക്കുക ചെയ്യുന്നത്. അപ്പോഴാണ് സത്യത്തിൽ അത്തരം ഇടങ്ങളിലേക്ക് കൂടുതൽ സ്ത്രീകൾ കടന്നു വരേണ്ടത്. ഇതിൻ്റെ അകത്ത് ഈ 30% പ്രൊഡക്ഷൻ യൂണിറ്റിലെ പാർട്ടിസിപ്പേഷനെ കുറിച്ച്, ഇതിന്റെ എല്ലാ സൈഡിലേക്കും സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ഒക്കെയുള്ള നിർദ്ദേശങ്ങൾ ടേംസ് ഓഫ് റെഫറൻസിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതാണ്. അതെ 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 അതിലേക്കൊക്കെ നിർദ്ദേശങ്ങളും കൂടി ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി മെച്ചപ്പെടില്ലേ എന്നുള്ളതാണ് ഒരു തോന്നല്. അതിലും ഒരു സാധനം എന്താന്ന് വെച്ചാൽ, നമ്മളൊരു പൊതുബോധം സിനിമയില് സ്ത്രീകൾ എന്ന് പറയുമ്പം ഉടനെ ഓർമ്മ വരുന്നത് നടികളെയാണ് എന്ന് പറയുന്നത് തിരുത്താനാണ് നമ്മൾ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്. സബ്സിഡൈസ്ഡ് റേറ്റിൽ അതിൻ്റെ ഒരു ട്രെയിനിങ് വേണം എന്നും അന്ന് മുഖ്യമന്ത്രിക്ക് കൊടുത്തതിൽ പറഞ്ഞിരുന്നു. ഇതൊക്കെ ആയാലും WCC നടികളുടെ സംഘടന എന്നാണ് ഇപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതായത് സിനിമയിലെ സ്ത്രീ എന്ന് പറഞ്ഞാൽ അത് നടികൾ മാത്രം.
നമുക്ക് വേറൊരാളെയും ആ സ്ഥലത്തേക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. ക്യാമറ പേഴ്സൺ നമ്മുടെ കൂടെ ആണെങ്കിൽ ഫൗസിയ ഉണ്ടായിരുന്നു, എത്ര ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു, റൈറ്റർ ഉണ്ട്. പക്ഷെ അതിലേക്ക് നമുക്ക് ഇപ്പോഴും കണക്ട് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും വാർത്ത വായിക്കുന്നവരൊക്കെ ഇതിന് പറയാ നടികളുടെ ഒരു സംഘടന എന്നാണ്. നായികമാർ, നടികൾ എന്നുവെച്ചാൽ അങ്ങനെ മാത്രമാണ് ഒരു സ്ത്രീക്ക് സിനിമ കൊടുത്തിട്ടുള്ള സ്ഥാനം. ഈ ഒബേയിങ് ആണ് എപ്പോഴും, അജ്ഞാനുവർത്തികളായിരിക്കുക. അതുകൊണ്ടാണ് അവര് മ്യൂസിക് ഡയറക്ഷനിലല്ലല്ലോ സിനിമ, അവര് വേറെ ആൾക്കാരെ ട്യൂണ് പാടുകയാണല്ലോ ചെയ്യുക. അത് ഞാൻ പറയുന്നത് ആതിര എങ്ങനെയാണ് ഇതിനെ കാണുന്നത്, അതായത് ഇതിന്റെ ഇപ്പം ഉണ്ടാവുന്ന ഈ കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടല്ലോ, അതിപ്പോ ആതിര എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇതിനകത്ത് നമുക്ക് നേരത്തെ ദീദീച്ച് പറഞ്ഞല്ലോ, അതിന് മുന്നിൽ എങ്ങനെയാണ് ഈ സ്ത്രീകൾ എത്തിപ്പെട്ട സ്ത്രീകൾ ഇപ്പോഴും അനുഭവിക്കുന്ന ഒരു ആങ്സൈറ്റി ഉണ്ടല്ലോ ഇത് പുറത്തേക്ക് വരുന്നതിനെ കുറിച്ച്. അപ്പോൾ ആ ആങ്സൈറ്റിയെ കുറിച്ചും അവരനുഭവിച്ച കടന്നു പോയിട്ടുള്ള വഴികളെ കുറിച്ചൊന്നും ഒരു ധാരണയില്ലാതെയാണ് ഇപ്പം എന്തേ കേസ് എടുത്തില്ല തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത്. അത് ഈ പറയുന്ന രീതിയിൽ പോക്സോ നിയമം നിലവിൽ വന്നതിന് ശേഷം 18 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിക്ക് നേരെ നടന്ന അതിക്രമമാണെങ്കിൽ ഈ പറഞ്ഞതിൽ ന്യായമുണ്ട്. അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നോൺ റിപ്പോർട്ടിംഗ് ഈസ് എൻ ഒഫൻസ്. ഈ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ പോലീസിന് മുന്നിൽ വരേണ്ടതായിട്ട് വരും. അത് കഴിഞ്ഞ് അഡൾട്ട് ഫീമെയിലിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന സമയത്ത് അവർ അങ്ങനെ ഒരു ലീഗൽ ഫൈറ്റിലേക്ക് വന്നാലുള്ള കോൺസിക്വൻസ് പലതും അവർ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും പിന്തുണ കിട്ടിയ ഒരു കേസിനകത്ത്, ദിലീപിനെ അറസ്റ്റ് ചെയ്തൊരു കേസിനകത്ത് പോലും എന്തൊക്കെ സാങ്കേതികത്വത്തിൻ്റെ നടുവിലൂടെ, എന്തൊക്കെ ട്രോമയിലൂടെ, എന്തൊക്കെ പ്രയാസങ്ങളിലൂടെയാണ് ഒരു ഡിഫാക്റ്റോ കംപ്ലൈനൻറ്റിന് പോകേണ്ടി വന്നത്. വിക്ടിം അതിജീവിതയാവാൻ എടുത്തിട്ടുള്ള ഒരു എഫേർട്ട് എത്ര വലിയൊരു എഫേർട്ടാണ്. അങ്ങനെ ഒരാൾക്ക് കിട്ടിയ പിന്തുണ ഇനിയുള്ളവർക്ക് കിട്ടുമോ? ഉടനെ തന്നെ തുടർന്ന് വന്നപ്പോ വിജയ് ബാബു കേസ് നമ്മൾ കണ്ടു. അപ്പൊ ഹൈക്കോടതിന്റെ ആറ്റിറ്റ്യൂഡ് മാറിയല്ലോ, കൺസെൻഷ്യൽ സെക്സ് എന്നുള്ള രീതിയിലേക്ക് വരുന്നു. അല്ല, അപ്പോഴും അവളുടെ പേര് പറയുന്നതും കുറ്റമായി. പേര് പറഞ്ഞിട്ടും ആകെ എന്താണ് അത് കേസെടുത്ത 228 IPC പഴയത്, അത് പ്രകാരം കേസെടുത്താൽ തന്നെ അയാൾക്കല്ല അതൊരു നോമിനൽ എമൗണ്ട്, അത് ഫൈൻ അടച്ചിട്ട് പോവാം എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഈ ഐഡന്റിറ്റി സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻഡിവിജ്വൽ ലൈഫ്, ഫാമിലി ലൈഫ്, അവരുടെ സോഷ്യൽ ലൈഫ്, അവരുടെ കരിയർ, ഇതൊക്കെ റിസ്ക് ചെയ്തുകൊണ്ട് വരാൻ ഒരാൾ സന്നദ്ധമാവണമെങ്കിൽ അത്രമാത്രം ഒരു സിസ്റ്റം അവരോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു ധാരണ വേണ്ടേ. ഒരു കൺസേൺ എന്താന്ന് വെച്ചാല് പേരിനെങ്കിലും മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷയെങ്കിലും വേണ്ടേന്ന് ഞാൻ ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ട് വേണം. ഞാൻ വിചാരിക്കുന്ന അതാണ് സംസ്ഥാന സർക്കാരിന്റെ ഉൾപ്പെടെയുള്ള ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഡയറക്റ്റ് പോലീസിന് എടുത്തു പോയി കേസെടുക്ക് എന്ന് പറയലല്ല, മറിച്ച് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള സ്ത്രീകളോട്, അവർ പരാതി പറഞ്ഞിട്ടുള്ള ആളുകളോട് സംസാരിക്കാനും അവർ പോലീസ് സംവിധാനത്തിലേക്ക് പരാതി നിയമത്തിൻ്റെ വഴിയിലേക്ക് വരാൻ അവരെ എക്യുപ്ഡ് ആക്കാൻ, അവരോടൊപ്പം ഈ സിസ്റ്റം എന്ത് പറഞ്ഞാലും ഒരുമിച്ചുണ്ടാകും, നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും പറയാൻ ശിക്ഷിക്കപ്പെട്ടാലല്ലേ നമുക്ക് ഈ വിധമായിരിക്കും അങ്ങനെ ചെയ്താൽ എന്ന് നമ്മൾ ഒന്നെങ്കിലും കാണിക്കേണ്ടി വരും. അല്ല, ശിക്ഷിക്കൽ എന്ന് പറയുന്നത് സത്യത്തിൽ ഈ നമ്മളുടെയൊക്കെ കൺട്രോളിനപ്പുറം നിൽക്കുന്നൊരു കാര്യമാണ്. കാരണം നമ്മളൊരു കൃത്യമായ പരാതിയിൽ കൃത്യമായ ഇൻവെസ്റ്റിഗേഷനിൽ കൃത്യമായിട്ടുള്ള പ്രോസിക്യൂഷനും കഴിഞ്ഞിട്ടുള്ള കോടതി, ആ സംവിധാനത്തിനല്ലേ ശിക്ഷ ഉറപ്പാക്കാൻ വേണ്ടി പറ്റൂ. ഈ പരാതിയുടെ മറ്റനുബന്ധ കാര്യങ്ങളും കൃത്യമായി നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ശിക്ഷ എന്നുള്ളത്. അതിന്റെ മറുവശം, അതായത് ഇനി എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെൻഷൻ എന്തെങ്കിലും നമുക്ക് ചെയ്യാലോ. ശിക്ഷ അല്ലെങ്കിൽ ഇങ്ങനെയാണ് പ്രിവെൻഷൻ, നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അതിനകത്ത് നമ്മൾ നടത്തിയ മറ്റൊരു ലീഗൽ ഫൈറ്റാണ് പ്രധാനം. ICകൾ വരിക എന്നുള്ളൊരു സംവിധാനം വന്നാൽ ഇതുവരെ നടന്നതല്ല ഞാൻ പറഞ്ഞത്, ഇനി അങ്ങോട്ട് എന്നുള്ളതും ഒരു സൊല്യൂഷൻ അല്ല എന്ന് റിപ്പോർട്ടിൽ തന്നെ. അതെ, റിപ്പോർട്ടിൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. കാരണം ഈ വിധി നമ്മളുടെ വന്ന് 2022 ഫെബ്രുവരി 17 അല്ലേ, WCC വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ വിധി വരുന്നത്. അതിനകത്ത് അതിനു മുമ്പേ നമ്മൾ AMMAക്കാരുടെ മുന്നിൽ പോയതും ഇത് വർക്ക് പ്ലേസ് അല്ല, ഇത് എംപ്ലോയർ റിലേഷൻഷിപ്പ് അല്ല, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവര്. എന്നിട്ടും പിന്നെ അതിനകത്ത് ഹൈക്കോടതി പോയ സമയത്താണ് കേരള സർക്കാർ നമുക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുന്നു, വനിതാ കമ്മീഷൻ കക്ഷി ചേരുന്നു, WCC നടത്തിയ അതിഗംഭീര ലീഗൽ ഫൈറ്റ്. അതിന്റെ ഭാഗമായിട്ട് പറഞ്ഞല്ലോ, ഇത് വർക്ക് പ്ലേസ് ആണ് എന്ന് പറഞ്ഞു, ഇത് എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, പ്രൊഡക്ഷൻ യൂണിറ്റിനെ ഒരു വർക്ക് പ്ലേസ് ആയിട്ട് കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞു, അവിടെ IC ഉണ്ടാക്കണം എന്നും പറഞ്ഞു. യഥാർത്ഥത്തിൽ മറ്റ് വർക്ക് പ്ലേസിനെ പോലെ തന്നെ ഈ വർക്ക് പ്ലേസിൽ ICക്ക് കൃത്യമായി ഫംഗ്ഷൻ ചെയ്യാനൊക്കെ പറ്റും.
പക്ഷെ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യണം എന്നുള്ള അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നില്ല. ഫംഗ്ഷൻ ചെയ്യാൻ എങ്ങനെയാണ് ആ പ്രോസസ്സ് കൃത്യമായി നടത്തേണ്ടതെന്ന് പറയുന്നില്ല. തുടങ്ങിയിട്ടുള്ള അല്ലാതെ മാതിരി ഞാൻ പോഷ് എങ്ങനെ പ്രിവെന്റ് ചെയ്യാന്നുള്ളതും കൂടി ഇല്ലല്ലോ, അതിന്റെ സ്റ്റെപ്സ് പോലും എടുക്കുന്നില്ലല്ലോ. അതെ, പ്രിവെൻഷൻ ഈ പറയുന്ന രീതിയിൽ വളരെ ബുദ്ധിമുട്ടാണ് ഇത്തരം കാര്യങ്ങൾക്കകത്ത്. അതിൽ വർക്ക് പ്ലേസ് സെക്ഷൽ ഹാരാസ്മെന്റിന്റെ നിയമത്തിനകത്ത് മാത്രമേ ആ വാക്ക് പോലും ഉള്ളൂ. പ്രിവെൻഷൻ, പ്രോഹിബിഷൻ, റിഡ്രസൽ, ഈ 3 വാക്ക് പറയുന്ന ഏക നിയമം ഇതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ആക്ടിലും IC-യിലും മുറുക്കെ പിടിക്കുന്നത്. മറ്റൊരു ഈ പീനൽ ഓഫൻസ് ഇപ്പൊ BNS പ്രകാരവും BNSS പ്രകാരവും ഒന്നും പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രിവെൻഷനെ കുറിച്ച്, ഒരു ക്രൈമിനെ പ്രിവെന്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നില്ല. പ്രിവെന്റ് ചെയ്യുന്ന എന്ന് പറയുന്ന പ്രിവെൻഷനെ കുറിച്ച് സംസാരിക്കുന്ന ഏക നിയമം ഇതാണ്. അതുകൊണ്ട് IC വേണ്ടെന്ന് പറയുമ്പോൾ മറ്റൊരു ഓപ്ഷൻ എന്ത് എന്നുള്ളത് കൃത്യമായ ഒരു മാർഗനിർദ്ദേശം വെക്കാതെ നമ്മൾ ഒരു ക്ലാരിറ്റിക്ക് IC കംപ്ലൈന്റിന് ശേഷം വരുന്ന റിഡ്രസലാണല്ലോ. അല്ല, ICC എന്നായിരുന്നല്ലോ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നത്. ICC ഒരു C ഇങ്ങ് എടുത്ത് മാറ്റിയത് തന്നെ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ആയിരുന്നു. അപ്പൊ എല്ലാവരും വിചാരിച്ച കംപ്ലൈന്റ് ഉള്ളപ്പോൾ മാത്രം പ്രവർത്തിക്കേണ്ട കമ്മിറ്റിയാണ്. അപ്പൊ കംപ്ലൈന്റ് ഉള്ളപ്പോൾ മാത്രമേ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളൂ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കംപ്ലൈന്റ് എടുത്ത് മാറ്റിയിട്ട് കംപ്ലൈന്റ് ഇല്ലെങ്കിലും IC ഇന്റേണൽ കമ്മിറ്റി പ്രവർത്തിക്കണം. വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു വർക്ക് പ്ലേസിനെ എങ്ങനെയാണ് വിമൻ ഫ്രണ്ട്ലി ആക്കി നിർത്തേണ്ടത്. ആ വിമൻ ഫ്രണ്ട്ലി ആക്കി നിർത്തേണ്ടതിൽ എംപ്ലോയറുടെ ഡ്യൂട്ടി എന്താണ്, ഡ്യൂട്ടീസ് ഓഫ് എംപ്ലോയർ സെക്ഷൻ 19 വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ ഡ്യൂട്ടി എംപ്ലോയർ നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഒരു മോണിറ്ററിംഗ് ലെവൽ കമ്മിറ്റി, എനിക്കൊന്ന് സജിതേച്ചേക്ക മോണിറ്ററിംഗ് കമ്മിറ്റിയിലുണ്ട്. WCC 3 പേര് എന്ന് പറഞ്ഞു. WCC 3 പേര് അവിടെ സ്ഥിരമായിട്ട് ട്രിവാൻഡ്രത്ത് പോകാൻ പറ്റുന്നവർ എന്നുള്ള നിലയ്ക്ക് WCC 3 പേര് പോവാറുണ്ട്. പക്ഷെ അതിലൊരു ഇഷ്യൂ, അത് ഹെഡ് ചെയ്യേണ്ടത് ഒരു സ്ത്രീ ആയിരിക്കണമെന്നും മോർ ദൻ ഹാഫ് സ്ത്രീകളായിരിക്കണം എന്നും ഉണ്ടല്ലോ. ആ ഒരു കണ്ടീഷനും അതിലില്ല. മോണിറ്ററിംഗ് കമ്മിറ്റിക്കില്ല. അത് നമുക്ക് നിർദ്ദേശമായിട്ട് സർക്കാരിനോട് പറയേണ്ട കാര്യമാണ്. മോണിറ്ററിംഗ് കമ്മിറ്റി ഈ പോഷ് ആക്ടിൽ പറയുന്നില്ല. അത് സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ്. അല്ല, അതില് ഞാൻ വുമൺ ഫ്രണ്ട്ലി എന്ന് പറയുമ്പോഴേ ചെയർ ചെയ്യുന്നത് ഒരു സ്ത്രീ ആയിരിക്കും, പാതിയെങ്കിലും സ്ത്രീകളായിരിക്കും വേണം എന്ന് പറയുന്നുണ്ടല്ലോ. അത് അങ്ങനെയേ അല്ല. അത് മോണിറ്ററിംഗ് കമ്മിറ്റി അല്ല, മോണിറ്ററിംഗ് കമ്മിറ്റി. അത് നമുക്ക് പറയണം. IC പാറ്റേണിൽ തന്നെ മോണിറ്ററിംഗ് കമ്മിറ്റിയും വേണം എന്നുള്ള നിർദ്ദേശം WCC അതിശക്തമായിട്ട് സർക്കാരിനോട് പറയുന്നുണ്ട്. ഞാനത് ബോയ്ക്കോട്ട് ചെയ്യാനൊക്കെ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ അതെങ്കിലും റെമഡി അല്ല, നമുക്ക് അതിനെ റെക്ടിഫൈ ചെയ്യാൻ എന്ത് വഴിയുണ്ടെന്നുള്ളത്. അല്ല, അത് നമ്മളുടെ ഇത് എന്റെ റിപ്പബ്ലിക് അല്ല എന്ന് പറഞ്ഞ പോലെ ഇത് നമ്മളെ കമ്മിറ്റി അല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അല്ല, ആ മോണിറ്ററിംഗ് സംവിധാനം ശക്തമായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ IC-കൾ ഫങ്ഷൻ ചെയ്യേണ്ടി വരും. അപ്പൊ പ്രിവെൻഷനും പ്രോഹിബിഷനും റിഡ്രസലും 3 കോമ്പണന്റ് ഓഫ് ദാറ്റ് ആക്ട് അത് പെർഫെക്റ്റ്ലി നടന്നു കഴിഞ്ഞാൽ ഒരു വർക്ക് പ്ലേസ് കൂടുതൽ സുതാര്യമായ ജനാധിപത്യപരമായിട്ടുള്ള സ്ത്രീ സൗഹൃദപരമായിട്ടുള്ള ഒരു വർക്ക് പ്ലേസ് ആയിട്ട് മാറും. അത് പ്രധാനം തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ റിപ്പോർട്ട് വന്ന സമയത്ത് സത്യത്തിൽ പ്രതികരിക്കുമെന്ന് നമ്മൾ കരുതിയവരാരും വലിയ രീതിയിൽ പ്രതികരിച്ച് കണ്ടില്ല. അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന രീതിയിൽ ഞാനതിലില്ല എന്നെങ്കിലും പറയണ്ടേ. അത്ര കോൺഫിഡൻസ് ഉള്ള ആളുകൾക്ക് അത് പറയാലോ. ഇത്തരം ക്രൈമുകൾ, സ്ത്രീകളോട് ഹ്യൂമിലേറ്റീവായിട്ട് ഞാൻ പെരുമാറിയിട്ടില്ല, സെക്ഷൽ ഹാരാസ്മെന്റ് ഞാൻ കാണിച്ചിട്ടില്ല, ജെൻഡർ സെൻസിബിൾ ആയിട്ട് തന്നെയാണ് ഞാൻ ബിഹേവ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ഈ റിപ്പോർട്ട് അതിൻ്റെ ആഴത്തിൽ പഠിക്കാനും നടപ്പിലാക്കാനും സന്നദ്ധമാകണം എന്ന് നമ്മൾ ആരാധിക്കുന്ന താരരാജാക്കന്മാരും താരങ്ങളും ഒന്നും പറഞ്ഞു കാണുന്നില്ല. ആകെ പറഞ്ഞത് ആസിഫ് അലിയാണ്. ആസിഫ് അലി അതുകൊണ്ട് തന്നെ വേറിട്ട് നിൽക്കുന്നുണ്ട് ഇൻഡസ്ട്രിയിൽ പല കാരണങ്ങളും. ആസിഫ് അലി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ആരും ഇത് പറയുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് മറ്റ് ലീഡേഴ്സിനെ ആയിരുന്നു, അതായത് ആക്ടേഴ്സ് അല്ലാതെ ഉണ്ടല്ലോ, ട്രേഡ് യൂണിയൻ നേതാക്കളുണ്ട്, അവരാരും അത് അങ്ങനെ അതിന് തയ്യാറാവുന്നില്ല എന്നുള്ളത് ഭയങ്കര പ്രധാനമാണ്. പിന്നെ അവരൊന്നും ഈ നാട്ടിലല്ലേ, അത് ഇവിടെ ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. സിനിമേനെ റീഡിഫൈൻ ചെയ്യണം, വർക്ക് പ്ലേസ് ആയിട്ട് റീഡിഫൈൻ ചെയ്യണമല്ലോ, അല്ലെങ്കിൽ നിയമം അനുസരിച്ച് അല്ലാതെ പ്രവർത്തിക്കാനും പറ്റില്ലല്ലോ. ഇപ്പൊ ആകെയുള്ള ഒരു വേവലാതി ഈ ഇപ്പൊ ഉള്ള ഒരു കളക്റ്റീവ് വോയിസും ഉണ്ടല്ലോ, അതൊന്ന് ഇപ്പൊ നടക്കേണ്ട ചർച്ചകൾ. പിന്നെ ഇതേപോലെ എന്തെങ്കിലും പ്രൊആക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ എല്ലാവരും കൂടെ നിൽക്കേണ്ടതുണ്ട്. ഈ ഒരു സാധനം അങ്ങനെ നിൽക്കാൻ അത്തരം ആക്ഷൻ ലെവലിലേക്ക് പോകുമ്പോൾ ഈ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുള്ള 15 അംഗ പ്രബല മാഫിയ ക്രിമിനൽ സംഘം അതിനെ അനുവദിക്കില്ല എന്നുള്ളതാണ് പലരും ഇങ്ങനെ അതിനകത്ത് പറയുന്നത്. അവരാരൊക്കെയാണെന്ന് പുറത്തു കൊണ്ടുവരാൻ, അവരുടെ ക്രിമിനൽ സ്വഭാവങ്ങൾ എന്താണെന്നെങ്കിലും പറയാൻ, അവരെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ ഒക്കെ ഉള്ളൊരു
സുവർണാവസരമായിട്ടല്ലേ സത്യത്തിൽ ഇതിനെടുക്കേണ്ടത്? അല്ല, ഇത് ആരും ഓൺ ചെയ്യാനോ ഉത്തരം പറയാനോ പോലും തയ്യാറാവുന്നില്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭയാനകമായിട്ടുള്ള ഒരു സാധനമാണ്. ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കുക, അവർ ഭയങ്കര ക്രിയേറ്റീവായ ആൾക്കാരായിരിക്കാം, അവർക്കൊക്കെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ. അതെ അതെ. അവരിൽ പാതി പറ്റിയാണ് നമ്മൾ പറയുന്നത്. അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന വേറെയും കുറെ സ്ത്രീകളുണ്ട് എന്തെങ്കിലും ഇതിനോട് കണക്റ്റഡ് ആയിട്ട് പറയാം. ഇപ്പൊ വിനയ് ഫോർട്ട് അഭിനയിച്ച സിനിമ, അതിന്റെ പേരിൽ മൂപ്പര് ഭയങ്കര എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അഭിനയിച്ച സിനിമയ്ക്ക് ഈ കണ്ട ഹൈറ്റ്സ് മുഴുവൻ എത്തിയത് അതിന്റെ ഉള്ളിലുള്ള ഈ സട്ടിലായിട്ടുള്ള സാധനം, അതിനെ എൻഡോസ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഇന്നലെ എനിക്കിത് അറിയില്ല എന്നും ഇതൊരു കളിതമാശയായിട്ട് വിനയ് ഫോർട്ട് പോലെ, വിനയ് ഫോർട്ട് നോർമൽ സാധാരണ ഒരു ടിപ്പിക്കൽ നടനായിട്ട് ഒരിക്കലും പെരുമാറിയിട്ടില്ല. അങ്ങനെ ഒരാൾക്ക് പോലും അതിനോട് അയാൾ എടുക്കുന്ന ഒരു അപ്രോച്ച് ഉണ്ടല്ലോ, ആ അപ്രോച്ചാണ് എല്ലാവരും ഇപ്പൊ ഇറങ്ങുന്ന ട്രോളുകളൊക്കെ കാണണം. ഈ മുട്ടുന്ന ആളാരാണ് എന്ന് പറഞ്ഞിട്ട് മാമുക്കോയെ മുട്ടുന്ന ഒരു സീൻ വെക്കുക. പിന്നെ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇത് സിനിമയ്ക്ക് ആകെ ചീത്തപ്പേരാണ് എന്ന് പറയാ. ചീത്തപ്പേരുണ്ടാക്കുന്നത് അത് ആ പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് അവിടേക്കല്ല എപ്പോഴും വിരൽ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അല്ല, നമ്മൾ പറയാറുണ്ട് ഈ ആധുനിക ജനാധിപത്യ ലോകത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. പഴയ ഫ്യൂഡൽ കാലത്തുള്ള പോലെയുള്ള ജന്മി മാടമ്പിത്തർ ഒക്കെ കാണിച്ചിരുന്ന ഒരു ഇടം തന്നെയായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ നിർത്തണം എന്ന് ആർക്കാണ് ഇത്ര വാശി? ഇതിനെ ഡെമോക്രാറ്റൈസ് ചെയ്യുക എന്നുള്ളത് ഈ കാലത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ച് 2013 നിയമം വരുന്നതിന് മുമ്പേ ആണെങ്കിൽ ശരി, നിങ്ങൾ സെക്ഷൽ ഹാരാസ്മെൻ്റ് ഒക്കെ അവിടെ നടന്നിരിക്കും. പക്ഷെ 2013 നിയമം ഈ രാജ്യത്തിനകത്ത് നടപ്പിലാക്കിയ ഒരു നിയമമുള്ള ഒരു വർക്ക് പ്ലേസിനകത്ത് അത് പറ്റില്ല എന്നുള്ളത് ജനാധിപത്യ ബോധ്യത്തിൽ നിന്ന് വളരേണ്ടതാണ്. ആ നിയമം വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ കൊളീഗിനോട് സംസാരിക്കുമ്പോൾ പെരുമാറുമ്പോൾ ഒക്കെ കാണിക്കേണ്ടുന്ന ഒരു ലീഗൽ ലയബിലിറ്റി ഉണ്ട്. മൊറാലിറ്റിക്കൊക്കെ അപ്പുറത്തേക്കുള്ള ഒരു ലീഗൽ ലയബിലിറ്റി ഉണ്ട്. അതുപോലും ഇവരാരും ആ രീതിയിൽ മനസ്സിലാക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അതിലേക്ക് എങ്കിലും മിനിമം എത്തിക്കണ്ടേ? ബാക്കി മൊറാലിറ്റിയും അവരുടെ ധാർമ്മികത, കലാകാരന്മാരെന്നുള്ള രീതിയിലുള്ള അവരുടെ സാമൂഹ്യ പ്രതിബദ്ധത അതൊക്കെ മാറ്റി നിർത്തിയാലും അവരുടെ ഒരു ലീഗൽ ലയബിലിറ്റിയിലേക്കെങ്കിലും അവർ ഉയർന്നു വരണ്ടേ? മീഡിയന്റെ അപ്രോച്ച് തന്നെ ആലോചിച്ച് നോക്കൂ. മീഡിയ ഈ ഒരു ആണുങ്ങളെയും അന്വേഷിച്ച് പോകുന്നില്ല. ഇവിടെ പ്രധാന കസേരകളിൽ ഇരിക്കുന്ന ഒരാളോടും ഇതിനെ പറ്റിയുള്ള കമന്റ് ചോദിച്ചു പോകുന്നില്ല. അവർ വീണ്ടും വീണ്ടും ചെയ്തത് WCC ചെയ്തത് പോരാന്നും സ്ത്രീകൾ ഈ വിധത്തിലല്ല പെരുമാറേണ്ടത് എന്നുള്ളോട് തന്നെയാണ് ഇപ്പോഴും. അപ്പൊ അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് തോന്നുന്നു ആ എലിമെന്റുകളിൽ മാത്രമേ ഇപ്പോഴും ഇത് ഫങ്ഷൻ ചെയ്യുന്നുള്ളൂ. ഈ ടേംസ് ഓഫ് റെഫറൻസ് വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നത്. സത്യത്തിൽ ചെയ്യേണ്ടുന്നത് ഗവൺമെന്റ് ഉൾപ്പെടെ, ഗവൺമെന്റ് പൊതുസമൂഹത്തിന്, ഗവൺമെന്റിന്റെ മാത്രം ഉത്തരവാദിത്തമായിട്ട് തന്നെ ചുരുക്കാനും പറ്റില്ല. അതിന് കുറച്ച് റെഗുലേഷൻസും നിയമങ്ങളും രീതികളും ചട്ടങ്ങളൊക്കെ കൊണ്ടുവരാനേ പറ്റുള്ളൂ. ഇത്തരം മാഫിയകളെ എക്സ്പോസ്ഡ് ആക്കുക എന്നുള്ളത്, അവരെ ഒറ്റപ്പെടുത്തുക എന്നുള്ളത്, ഇതിനെ കുറച്ചുകൂടി ജനാധിപത്യവൽക്കരിക്കുക, സ്ത്രീ സൗഹൃദപരമാക്കുക എന്നുള്ളത് ശരിക്കൊരു കേരളീയ സമൂഹത്തിൻ്റെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇന്നലെ ഞാനൊരു ചർച്ചയിൽ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇത്തരം സെക്ഷൽ ഹറാസ്മെൻറ്റ് സഹിച്ചിരുന്നത് പഴയ കാലത്ത് കർഷക തൊഴിലാളി സ്ത്രീകളായിരുന്നു. പാടത്ത് പണിയെടുക്കുന്ന സ്ത്രീയെ വിരലിനൊടിച്ച് വിളിച്ചാൽ പോണായിരുന്നു ജന്മി വിളിച്ചെടുത്തേക്ക്. അത് ഇല്ലാതാക്കിയത് ആ സ്ത്രീകൾ ഒറ്റയ്ക്ക് നടത്തിയ പോരാട്ടമൊന്നുമല്ല, കേരളത്തിൻ്റെ പൊതുസമൂഹം നടത്തിയ പോരാട്ടമാണ്. അതുപോലൊരു ഇൻഡസ്ട്രി ഇതവിടെ ഇത്രയും സ്ത്രീ വിരുദ്ധമായിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത്തരം സമരങ്ങളുടെ വേലിയേറ്റം നടക്കണം. അതിന് പകരം ഇപ്പം നടക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ളതും വളരെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചിട്ട് ഇതിൽ ഈ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പേടിച്ച് നിൽക്കുന്ന സ്ത്രീകൾ അവരെ പരാതിക്കാരികളാക്കിയിട്ട് ഒറ്റയടിക്ക് മാറ്റാതിരുന്നതാണ് കുറ്റകൃത്യം തുടങ്ങിയിട്ടുള്ള രീതിയിലേക്കുള്ള ചർച്ചകളാണ്. അപ്പം അതിനപ്പുറത്തേക്കുള്ള ഒരു ഉത്തരവാദിത്തം ഈ കമ്മിറ്റി ഫസ്റ്റ് സ്റ്റെപ്പാണെങ്കിൽ പോലും ആ കമ്മിറ്റി റിപ്പോർട്ട് നമ്മളെ പൊതുസമൂഹത്തിന് തരുന്നുണ്ട്. കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരിക എന്നുള്ളത് വലിയ വിപ്ലവാത്മകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഈ നമ്മൾ ഈ മിനിസ്ട്രീനെ പറ്റി പറയുമ്പോൾ എപ്പോഴും ഉള്ളത് വുമൺ എംപവർമെന്റ് തീമാക്കിയിട്ട് സിനിമകൾ എടുക്കാൻ വേണ്ടി ഫണ്ട് ബജറ്റിന് പണം വകവെച്ച് കൊടുക്കുക എന്ന് പറയുന്നത് ഇതിന്റെ കണ്ടിന്യൂഷനാണ്. നേരത്തെ പറഞ്ഞ കണ്ടന്റ് കറക്ഷനാണ് അത്. അതാണെങ്കിൽ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു പാരഡൈം ഷിഫ്റ്റ് പോലെയായിരുന്നു. അതൊക്കെ പ്രധാനപ്പെട്ട നേട്ടങ്ങളായിട്ട് കാണുമ്പോൾ തന്നെ ഈ സ്റ്റാഗ്നേഷൻ നമ്മൾ വിമർശിക്കാതെ പോവുകയും ചെയ്യരുത് എന്നുള്ളത്. അതെ, കേരളത്തിലെ ഇന്ത്യയിലെ മറ്റൊരു ഇൻഡസ്ട്രിക്കകത്തും മറ്റൊരു സംസ്ഥാനത്തിലെ ഇത്തരം ഫിലിം ഇൻഡസ്ട്രിക്കകത്ത് നടക്കാത്ത ഒരു സ്റ്റെപ്പ് മലയാളം ഫിലിം ഇൻഡസ്ട്രി വെച്ചു. അത് വെച്ചത് ഒരു അതിഭീകരമായ ക്രൈമിനെ തുടർന്ന് സ്ത്രീകൾക്കിടയിലുണ്ടായ യൂണിറ്റിയും ആ യൂണിറ്റീനെ ഒരു കളക്റ്റീവാക്കി മാറ്റാൻ
കഴിഞ്ഞതുകൊണ്ടും മാത്രമാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അല്ല, അതർവൈസ് ഈ ഇതൊക്കെ രണ്ട് ഇപ്പോഴും achievements തന്നെ എനിക്ക് തോന്നുന്നു ലാൻഡ്മാർക്ക് അച്ചീവ്മെന്റ് ആണ്. ഒന്ന്, ഇങ്ങനെ ഒരു പഠന റിപ്പോർട്ട് പുറത്തു വരിക എന്ന് വെച്ചാൽ അത് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മൾ കാണുക. രണ്ട്, ഇതുപോലെയുള്ള സിനിമ എന്ന് വെച്ചാൽ ടെക്നിക്കൽ സൈഡിൽ സ്ത്രീകളില്ല എന്ന് പറയുന്ന സ്ഥലത്ത് സ്ത്രീകളെ വരുത്താൻ നമ്മൾ അങ്ങോട്ട് പണം കൊടുത്തുകൊണ്ട് പ്രൊഡക്ഷൻ തന്നെ സർക്കാർ നടത്തുക എന്ന് പറയുന്നത്. പിന്നെ അതിൽ തീം, അതിൽ നോട്ടിഫിക്കേഷനിൽ, പത്രവാർത്തയിൽ ഇത് നോട്ടിഫൈ ചെയ്യില്ല, അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എംപവർമെന്റ് ഓഫ് വുമൺ എന്ന തീമിൽ സിനിമകൾ എടുക്കണം എന്ന് പറയുന്നതാണ്. അതെ, ആ സ്റ്റെപ്പുകൾക്ക് തുടർച്ചയുണ്ടാവാൻ ഈ കമ്മീഷൻ റിപ്പോർട്ടും കൂടി കൂടുതൽ വെളിച്ചം വീശണം എന്നുള്ളത്. നിതാന്ത ജാഗ്രത അല്ലാതെ അത് അതെ അതെ അതെ, അത് നമ്മളെല്ലാവരും നടത്തേണ്ടതാണ്. പൊതുസമൂഹം, മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ പെരിഫറൽ ചർച്ചയ്ക്ക് അപ്പുറത്തേക്ക് കുറച്ചുകൂടി ആഴങ്ങളിലേക്ക് വരണം എന്നുള്ളതാണ്. ഓക്കെ.